ഗൈസേ എനിക്ക് ഞാനൊരു സാധനം കാണിച്ചിട്ട് അത് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഞാനിതൊന്നും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് മാത്രം. അത് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് അബദ്ധങ്ങൾ സംഭവങ്ങളൊക്കെ പറ്റിയപ്പോൾ ഒന്ന് എങ്ങനെയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് നോക്കിയതാണ്. ഇതാണ് അവസ്ഥ. ഈ ഫുള്ള് തെർമോകോൾ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇതിൻ്റെ നമുക്ക് ഉടൽ ഭാഗത്തേക്ക് വെക്കാം. ഉടലിൻ്റെ ഇവിടെ നമ്മൾ ഒരു സൈഡ് കട്ടായി പോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ചിറക്കുകയാണ്. അതങ്ങനെ പശ ഒട്ടിയിട്ടൊന്നും ഇല്ല. പശയൊക്കെ ഇവിടെ ഭാഗത്തേക്ക് ഊർന്ന് പോക്ക് ചെയ്തായിരുന്നു. അവിടെ നിന്ന് ഒളിച്ചിട്ട്. കാരണം 2 ലെയറേ വെച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ മടിയനായതുകൊണ്ട് 5 ലെയർ കട്ട് ചെയ്യാൻ വഹിച്ച. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇറക്കാം. ഇതാണ് അത്യാവശ്യം വലിപ്പമുണ്ട്. അതായത് എത്ര വലിപ്പമുണ്ട് പറയുക, അതിനൊക്കെ കൂടുതൽ വലിപ്പമുണ്ട്. നമ്മുടെ തല വലിപ്പം എത്ര ഉണ്ട് അറിയാം. തലയുടെ വലിപ്പം. അപ്പോൾ ഇതിങ്ങനെ 2 തെർമോക്കോൾ ഇങ്ങനെ 2 ഇങ്ങനെ വെട്ടി ചേർക്കുകയാണ്. ഇത് വെട്ടി ചേർക്കുകയാണ്. നമുക്കിത് ഇപ്പുറത്ത് നോക്കാം. അതാണ് സാധനം. ഉടൽ കേട്ടോ, ഉടൽ. പിന്നെ ആർച്ചിക്ക് അയ്യടാ, ഇതെന്തത് ഇങ്ങനെ വെച്ചിരുന്നറിയോ? ഈ സാധനം കണ്ട, ഞാൻ ചുമ്മാ മാലയുടെ ഇതിലേക്കുള്ളൊരു സാധനം ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് ഈ ഭാഗത്ത് കുറച്ചുകൂടി മുകളിലേക്ക് എടുക്കണ്ടായിരുന്നു. എനിക്കത് അബദ്ധം പറ്റി. കുറച്ച് താഴ്ചയൊക്കെ ആയത്. അപ്പോൾ അത് മുകളിൽ അത് നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ വെച്ചിറക്കണം. ഇതിൻ്റെ മുകളിൽ പേപ്പറൊക്കെ വരും കേട്ടോ. ഇങ്ങനെ നല്ല സാധനം മുകളിൽ പേപ്പർ വരും. എന്നിട്ട് അതിലാണ് നമ്മൾ കളർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കണത്. ഇത് തെർമോക്കോളിൻ്റെ ഇങ്ങനെ ഇതേ സാധനം തന്നെ. തെർമോക്കോളിൽ പീസായിട്ട് ഇങ്ങനെ വെച്ചാണ്. ഇത് ഞാൻ ഈ സൈഡ് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോഴേ അബദ്ധം പറ്റിയതാണ്. വെയിൻസൊക്കെ കട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് അബദ്ധം പറ്റിയതായ സംഭവം ഓവറായിട്ട് ഇത് ഈ ഭാഗത്ത് കുഴിഞ്ഞു പോയി. ഓവറായിട്ട് കട്ടായിപ്പോയി. ഇതിവിടെ ഇന്നലെ രാത്രി 2 മണി വരെയൊക്കെ ഇരുന്നുണ്ടാക്കിയ സാധനമാണ്. ഈ തല ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചായിരുന്നു. മുമ്പേ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വൈറ്റ് ക്ലേ എന്തെങ്കിലും നിൽക്കുമോ നോക്കട്ടെ. എന്നിട്ട് അതിൽ വെയിനൊക്കെ കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ പ്ലാൻ എന്താ, പുട്ടി ഇടാനൊക്കെ ചിലവർ പറഞ്ഞു. പുട്ടിയൊക്കെ എന്താ അവസ്ഥ? ഞാനൊരു മടിയനായതുകൊണ്ടിരിക്കുക. പണിയെടുക്കാൻ ഭയങ്കര പ്രശ്നം. നമ്മൾ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് തച്ച് വിളിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതിങ്ങനെയാണ്. ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അത് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഇത് ഇങ്ങനെ തീർത്തിറക്കുകയാണ്. നമ്മുടെ ടൂത്ത് പിക്കിൻ്റെ വലിയ പീസ് സാധനമാണത്. അവിടെ അങ്ങനെ വെച്ചിറക്കാണ്. അപ്പോൾ ഇത് ആർച്ച് ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. എവിടെ അറിയാം, ഈ സാധനം കണ്ട ആർച്ച് തുറങ്ങണം ഇവിടെ. എന്നിട്ട് ഇവിടെ മടങ്ങും. അത് നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നത് അങ്ങനെ മടങ്ങണൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ എല്ലാം കൂടി കഴിച്ചിപ്പോരുതാണ് അവസ്ഥ. അപ്പോൾ തെർമോകോൾ ഉണ്ടാക്കിയ ഒരു സാധനമാണത്. വാല് വെച്ചിട്ടൊന്നുമില്ല. വാലൊക്കെ നമുക്ക് വെക്കുക. എന്തായാലും ഇത് ഫുള്ള് കവറാവേ. ഈ വൈറ്റ് സാധനം ഒന്നും കാണൂല. ചിലപ്പോൾ തലയും നമ്മൾ കവർ ചെയ്യും. അതാണ് അവസ്ഥ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കാവും തോന്നുന്നു. നാളെ എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിലിരുന്ന് ശരിയാവില്ല. പിന്നേക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും കഞ്ഞിക്കാലും തട്ടി നാശായാലും വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യണത്. അത്യാവശ്യം വലിപ്പമുണ്ട് സാധനം. അത്യാവശ്യം വലിപ്പമുണ്ട്. അതായത് നമ്മുടെ ഒരു കാൽമുട്ടിൻ്റെ നിലത്തുനിന്ന് കാൽമുട്ടിനൊക്കെ വലിപ്പമുണ്ട്. ഇതിൽ കൊമ്പ് വെക്കാണ്ട്. കൊമ്പ് കൂടെ വയ്ക്കുമ്പോൾ ആർച്ചിൽ മുട്ടൂലായിരിക്കും എന്നാണ് വിശ്വാസം. ഇവിടെ ഇതൊക്കെ ഒന്ന് ഉരച്ച് റെഡിയാക്കാനൊക്കെ കണ്ടിട്ട് ഇത് ഒരു പേപ്പറൊക്കെ ഇട്ടപ്പോൾ ഇത് കൈ പോരുകയാണ്. അതാണ് അവസ്ഥ. ഇത് കുറച്ച് ഹാർഡായ തെർമോക്കോളുണ്ടല്ലോ, അത് ഇവിടെ എവിടെയും കിട്ടില്ല. എന്നാൽ അതുകൊണ്ട് വില ഉണ്ടാക്കായിരുന്നു. നമ്മളൊരു കൗതുകത്തിൻ്റെ ഇത് എന്തായാലും ഒരു അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കേ. ഇനി നമ്മൾ കുറച്ച് വലുതുണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. മരം കൊണ്ട് തന്നെ ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് മൾട്ടിയിൽ. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ നമ്മൾ കൊമ്പ് എന്തെങ്കിലും കമ്പി കുത്തിയിട്ട് അതിൽ ക്ലേ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ തന്നെ തെർമോക്കോൾ വെച്ചിട്ടോ എന്തെങ്കിലും സാധനം കുറച്ച് വളഞ്ഞ് കുറച്ച് രസമായിട്ടൊരു സാധനം ഉണ്ടാക്കണം കുറച്ച്. അപ്പോൾ ഇതുവരെ വരും നമ്മുടെ കൊമ്പ് ഇതുവരെ വരും. നമ്മുടെ നിലവിൻ്റെ ബ്രാൻഡൊക്കെ കൊമ്പിൻ്റെ ഒരു ലെവലിൽ അതുപോലെ കുറച്ച് കയറിയിട്ട് വരും. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സാധനം ആവില്ല, കുറച്ച് പൊന്തിയിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ വേറൊരു സാധനം കാണിച്ചേരേ. ഞാൻ ആദ്യം ക്ലേയും കൊണ്ടൊരു ഹോട്ടൽ ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു. ക്ലേയും കൊണ്ടുള്ള ഹോട്ടലിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ അത് ഭയങ്കര വെയിറ്റ്. പിന്നെ ഉള്ളിൽ ഈ കാല് ഫിറ്റ് ചെയ്തൊക്കെ ഈ ടൂത്ത് പിക്കിൻ്റെ ഈ കാല് കൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും ശരിയായില്ലത്. വെയിറ്റ് താൻ കണ്ടത് ആകുമല്ലേ. പിന്നെ ഒരു പട്ടിയുടെ ഷേപ്പായി. അപ്പോഴേക്കും 1 കിലോ ക്ലേ തീരുകയും ചെയ്തു. അപ്പോൾ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അത് വലിച്ചെറിഞ്ഞ്. ഇത് അത്യാവശ്യം ബലമുണ്ട്. ഇതിങ്ങനെ അട്ടിങ്ങനെ പോരൊന്നുമില്ല കേട്ടോ. കാലൊക്കെ നല്ല ബലമുണ്ട്. മരത്തിൻ്റെ ഈ റീപ്പർ സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ 3 വെച്ചിട്ട് കഴുത്തിൻ്റെ ഇവിടെ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇത് അത്യാവശ്യം വലിപ്പം വരും. ഇതാ
ഇതിനേക്കാൾ വലിയ ഓടലായിട്ട് ഇത് മാറും. ഇത് നമ്മളിത് ശരിക്കും വൈക്കോല് വെച്ച് പുതിയുള്ളൊരു സംഭവമാണ്. നമ്മുടെ പിന്നെ ടൂൾസ് ഒന്നും ഇല്ല. അതിൽ ഓട്ടയൊക്കെ വളർത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അതാണ് ഇത് അത്യാവശ്യം മുറുക്കുണ്ട്. പിന്നെ ഇത് ഈ ടൂത്ത് പിക്ക് എന്തിനാ ഇവിടെ നാലഞ്ചെണ്ണം വെച്ച് എന്നൊരു ഡൗട്ട് ആളുകൾക്ക് ഉണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ അഥവാ ഈ സാധനം ഇപ്പോൾ ഫ്രണ്ടിക്ക് ഇളകി ബാക്കി ഇളകി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഈ മുറുക്കണ സമയത്ത് വൈക്കോല് വെച്ച് മുറുക്കണ സമയത്ത് ഇതൊരു ഗുണ്ടു ഓടലാക്കാനുള്ള പരിപാടിയാണ്. മുറുക്കണ സമയത്ത് ഈ ബാക്കത്തെ സാധനം ഇതൊന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യുക ഇങ്ങോട്ട് വലിക്കുക ചെയ്താൽ മതിയില്ല. അപ്പോൾ കറക്റ്റ് ആകുന്ന ലെവലിലാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. റീപ്പർ ഇനി ഇതിൽ നമുക്ക് തെണ്ടിക്കഥ ഈ സാധനം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഉറപ്പിച്ചിട്ടില്ല, എന്താ അവസ്ഥ നോക്കട്ടെ. ഫുള്ള് തെർമോക്കോളാണ് ഈ സാധനം. തോന്നുന്നത് ഒരു ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് വൈകുന്നേരമല്ല ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് ഉണങ്ങി ഒന്ന് റെഡി ആകുമെന്ന് തോന്നുന്നു. പിന്നെ അതിൽ ഞാൻ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഈ സാധനം ഒന്ന് ഒട്ടി റെഡി ആവുന്നതിന് മുമ്പ് ഞാൻ ചെത്താൻ തുടങ്ങി. അതിൻ്റെയൊക്കെ കുറച്ചാണ്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് തല എങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് അറിയൊന്നുമില്ല, ഏകദേശം ഉള്ള കാര്യം അറിയണത് എന്താ ഇപ്പോൾ എങ്ങനെയെന്നൊക്കെ. അത് അവിടെ ഇവിടെ ഫ്ലോപ്പായിട്ടൊക്കെ ഉണ്ട്. സൈഡ് ഇങ്ങനെ ഓവറായിട്ട് ഇവിടെ ചെത്താൻ പാടില്ലായിരുന്നു, അതുണ്ടായത്. അത് ഞാൻ ഫ്രണ്ട് ശ്രദ്ധിച്ചില്ല. സൈഡ് നോക്കിയിട്ട് അധികം ഒട്ടിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് പിടിക്കണതിൻ്റെ പറ്റിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ചെയ്യണം. നമുക്ക് എന്തായാലും മൾട്ടിയിൽ അടിക്കണം. അപ്പോൾ ഇതിങ്ങനെയാണ് പിന്നെ നമുക്കിത് അവിടെ ഒരു കാളത്തല ഉണ്ട്. ഇത് ഒന്നേക്കാലിട്ടിട്ട് കാളത്തലയാണ്. നമുക്കിതിന് പറ്റിയുള്ളൊരു ബോഡിയും സാധനമൊക്കെ ഇട്ട് പിന്നീട് ഡിസംബർ ടൈമൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്നാവോ. ഇത് മറ്റേ ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ നിന്ന് അവിടുന്ന് വാങ്ങിയതാണ്. 6,000 രൂപ കതിരവൻ ഉണ്ണിയേട്ടല്ലേ ഉണ്ണിയേട്ടൻ്റെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെയിൻ ഇതിൽ കട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഇതും എന്താണ് സൈസ് വ്യത്യാസം കേട്ടോ. ഇത് അടുത്ത് ഞാൻ വെച്ചിരിക്കണേ. എന്താണ് വ്യത്യാസം ഏകദേശം അത്ര ഇല്ലെങ്കിലും ഇതിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം ഉണ്ട് അത് വലിപ്പം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിന് പറ്റിയൊരു സാധനമൊക്കെ ആയിട്ട് മാറ്റണം. അപ്പോൾ അത് ഏകദേശം ഇത്ര ഹൈറ്റ് വരുന്നവരും ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അന്നേക്ക് ഹൈറ്റ് വരും. മാർച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ റൂമൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഇത് പണിപ്പുരയായി മാറിയത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് സംഭവം. ചുമ്മാ ഞാനൊരു വീഡിയോ എടുത്തിട്ട് വിചാരിച്ചു ചിലപ്പോൾ ഇത് തെർമോക്കോളിൻ്റെ കാര്യമില്ല, എപ്പോഴത് വെട്ടി നാശമാകുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് അതിന് മാത്രമുള്ള ക്ഷമയും പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടിപൊളി. നിങ്ങൾക്ക് വല്ല ഐഡിയകൾ ഉണ്ടെങ്കിൽ ഈ തലയൊക്കെ ഉണ്ടാക്കാനുള്ള വല്ല ഐഡിയ ഏത് മെറ്റീരിയൽ ഉണ്ടാക്കുകയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ സാധനം. നമ്മൾ ഈ ഫൈബറിൻ്റെ മോൾഡ് അടിച്ചുള്ള സാധനം എന്തായാലും ഇതിൽ പ്ലാനില്ല. കാരണം ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് ലോ കോസ്റ്റ് സാധനമാണല്ലോ. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇതിങ്ങനെ ചെയ്യാന്നുള്ളൊരു സംഭവമാണത്. പിന്നെ വൈക്കോലുകൊണ്ട് ഹോട്ടലുണ്ടാക്കുക പറഞ്ഞാൽ അത് ചുറ്റാനൊക്കെ ഭയങ്കര പാടാണ്, മല്ലിക്കെട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നിർത്തിയാൽ മതിയില്ല. പിന്നെ മൾട്ടി കൊണ്ടൊക്കെ അടിക്കുമ്പോൾ കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വിജാഗിരി സാധനമൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇവിടെ വേറൊരു പീസ് വെക്കണം, അത് അങ്ങനെ ഫ്രെയിം. അപ്പം ഞാൻ അത് ചുമ്മാ ഇവിടെ നിന്ന് വെച്ച് വിചാരിക്കും. ഇതൊക്കെ മൂട് കേട്ടോ, ഈ സൈഡൊക്കെ മൂട്. ഇവിടെ ഒരു എക്സ്ട്രാ പീസ് കൊടുത്തിറക്കണം, ഇവിടെയും പീസ്. ഇതൊക്കെ മൂടും. കുടയും സാധനങ്ങളൊക്കെ വരും, ഭഗവതികൾ തോഴിമാർ സാധനങ്ങളൊക്കെ വരും. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒട്ടാൻ വേണ്ടിയിട്ടൊരു സാധനം വെച്ചു എന്ന് മാത്രമേ ഉള്ളേ. അവിടെ അങ്ങനെ വരുന്നുണ്ട്. ഹോട്ടലിങ്ങനെ വരുന്നേ. ഇങ്ങനെയാണ് സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.